നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കും തോട്ടപ്പള്ളിക്കും ഇടയ്ക്കായിട്ടുള്ള പുറക്കാട് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് നമ്മളുള്ളത്. പുറക്കാട് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണുള്ളത്. നമ്മൾ കുറച്ച് വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിലൊക്കെ ചെയ്ത് പോയപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഈ അമ്പലപ്പുഴയ്ക്കും തോട്ടപ്പള്ളിക്കും ഇടയ്ക്ക് പുറക്കാട് കഴിഞ്ഞിട്ട് മുമ്പോട്ട് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോയ്ക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതില്ല, കുറച്ച് കഴിഞ്ഞ ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ ഭാഗമാണ്. നമ്മളിപ്പോൾ പുറക്കാട് അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ആറിവാൾ പാനൽ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലും അത് മണ്ണിട്ട് ഉറപ്പിച്ചു വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ചേർത്തല എക്സ്റേ ജംഗ്ഷൻ മുതൽ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെയുള്ള പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കണ്ടതിനേക്കായി ഇപ്പം നിലവിൽ സാഹചര്യത്തിൽ ഒരുപാട് പണികൾ ഇപ്പം ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു റീച്ചിലായിട്ട് നല്ലോണം പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ആ വീഡിയോ എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞേച്ച് വീണ്ടും അതുവഴി പോയായിരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മളൊരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു റീച്ചിൽ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം അത്രത്തോളം സ്പീഡിലായിട്ടാണ് KCC ബിൽക്കോണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പുറക്കാട് കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഇടത്തേ സൈഡിൽ കാണുന്ന 3 വരിയിൽ രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിനകത്ത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റും പിടിപ്പിച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് കുറച്ച് പുരോഗമിക്കാനുണ്ട്. അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് അടുക്കാറാവുമ്പം നമ്മൾ എവിടെയാണെന്നറിയാം, കുരുട്ടൂർ ഭഗവതി ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ഉള്ള സ്ഥലത്ത് രണ്ട് സൈഡിലും ആറുവരി പാതയിലെ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മീഡിയൻ വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ പുരോഗമിക്കാനുണ്ട്. ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട്. മുമ്പോട്ട് വരുന്തോറും പിന്നെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. വർക്കൊക്കെ കുറച്ച് സ്ലോവിലാണ് വിശ്വസമുദ്രയുടെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ട് പണി പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് കരുവാറ്റ ഭാഗം കഴിഞ്ഞ് പിന്നെ ഡാണാപ്പടി ഭാഗത്തോട്ട് പോകുമ്പം ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് കുറച്ച് പണികൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത്രയും സ്പീഡല്ലെങ്കിലും കുറച്ചൊക്കെ പണി പുരോഗമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന റീച്ച് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അവസാന ഘട്ടത്തിലായിട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു റീച്ചാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ റീച്ച് കരാർ ഏറ്റെടുത്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കരാർ ഏറ്റെടുത്തത് വിശ്വസമുദ്ര. അപ്പോൾ കുറച്ചുകൂടെ എല്ലായിടത്തും പണിയൊക്കെ നീട്ടിക്കിട്ടുമ്പോൾ ഈ ഒരു ഭാഗത്തും കൂടി നീട്ടിക്കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം നമ്മൾ വലത്തെ സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞു പോയ സ്ഥലത്ത് ഇപ്പം ടാർ ചെയ്യുന്ന മെഷീൻ അവിടെ നമ്മൾ കഴിഞ്ഞത് കണ്ടു. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ ആറുവരി പാതയുടെ ലാസ്റ്റ് ലെയർ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞായിട്ട് കാണാൻ പറ്റും. KCC ബിൽക്കോണിൻ്റെയും ഫൈനൽ ലെയർ ടാറിങ് ചെയ്ത വഴി കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. വിശ്വസമുദ്രയും കുഴപ്പമില്ലാത്ത സ്മൂത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വണ്ടി ഓടിച്ച് പോയതിനൊക്കെ വലിയ കുഴപ്പമില്ല. നമ്മളിപ്പം നേരെ കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട്. ഒരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് സൈഡിലുമായിട്ട് പുരോഗമിക്കാനുണ്ട്. ഇവിടെ വരെയാണ് ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം രണ്ട് സൈഡിലുമായിട്ട് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടത്തേ സൈഡിൽ കൂടിയാണ് നമ്മൾ പുറക്കാട് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പം രണ്ട് വശത്തോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് സ്മൂത്തായിട്ട് കൂടി ഒന്നുകൂടെ പോകാൻ പറ്റും എന്ന് കരുതിയിട്ട് നമ്മൾ അധികം സ്പീഡിൽ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ നേരെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നമ്മൾ മുമ്പ് കണ്ടതിനേക്കായി കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത്രയും സ്പീഡല്ല എങ്കിലും കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ആറിവാൾ പാനലിന് പിന്നെ റിറ്റേണിങ് വാളിൻ്റെയൊക്കെ സൈഡിലായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് തന്നെ ആറിവാൾ പാനൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരെ അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴും
മണ്ണൊക്കെ പഴയ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് കുറച്ചുകൂടി മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പണി പുരോഗമിക്കുന്നില്ല, സ്പീഡില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെയുള്ള അനക്കമുണ്ട്. നേരെ ഇനി നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പം റോഡിൻ്റെ വലത്തെ സൈഡിൽ പണികൾ പുരോഗമിക്കാനുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ നാളായിട്ട് പെൻഡിങ്ങിലായിരുന്നു. കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വളവ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ മുമ്പോട്ട് പോകുമ്പം കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ്, കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് കുറച്ച് കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ 3 വരി പാതയുടെയൊക്കെ ആദ്യഘട്ട ടാറിങ് വർക്കുകൾ കഴിഞ്ഞെങ്കിലും കുറച്ച് നാൾ അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടതുഭാഗത്ത് ഇപ്പം കുറച്ചും കൂടെ ക്രാഷ് ബാരിയറിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി തുടങ്ങിയിരിക്കുന്നത്. അത്രത്തോളം പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പണി പുരോഗമിക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് കയറ്റം കയറിയായിരിക്കും പോകുന്നത്. പിന്നെ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നാണ് പഴയ റോഡുമായിട്ട് നമ്മൾ മെർജ് ചെയ്യുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ പഴയ റോഡിലോട്ട് വന്ന് മെർജ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള സ്ഥലത്ത് വരുമ്പം ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് അപകട സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടിയും ഓവർടേക്കിങ് നടക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള രീതിയായിരിക്കും ഇടിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പാലത്തിൻ്റെ തൂണുകളുടെ മുകളിലായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഗർഡറുകൾ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പം ആദ്യത്തെ ഇടത്തെ സൈഡിലെ 2 തൂണുകളുടെ മുകളിലായിട്ട് തന്നെ കമ്പിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു 4-5 ഇടത്തായിട്ട് തന്നെ ഇനിയും തൂണുകളുടെ മുകളിലായിട്ട് വരുന്ന പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ വലത്തെ ഈ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പുതിയതായിട്ട് പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഗർഡർ ലോഞ്ചിങ് ഒക്കെ എനിക്ക് തോന്നിക്കുന്ന നീണ്ടകര പാലത്തിൻ്റെയൊക്കെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ആ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടായിരിക്കും പിന്നെ പണി തുടങ്ങാനുള്ള സാധ്യതയുള്ളതെന്നാണ് തോന്നുന്നത്. പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പിന്നെ മിക്കവാറും ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് വരികയാണെങ്കിൽ മിക്കവാറും ഇവിടെ വിശ്വസമുദ്രയ്ക്ക് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ചതുപ്പ് സ്ഥലമാണ്. അപ്പം മുമ്പിലെ മൈലക്കാട് സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇനി ഗർഡറുകൾ വെച്ച് കഴിയേണ്ട പണിയുണ്ട്. മുമ്പോട്ട് വരുമ്പം തോട് കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി ഗർഡറുകൾ വെക്കാനുള്ള പണി ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പ്രധാനപ്പെട്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പം ഇതാണ് നമ്മുടെ പുറക്കാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള കാഴ്ചകൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.